അട്ടപ്പാടി മുള്ളി സ്കൂളിലെ വിദ്യാർത്ഥികൾ കാക്കനാടെത്തി. കാക്കനാട് നാട്ടുചന്ത നാട്ടുനന്മ എന്ന കർഷക കൂട്ടായ്മയുടെ ജൈവ മാർക്കറ്റിലാണ് എത്തിയത്. ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ ജൈവ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ നേരിട്ട് കാണാനാണ് ഇവിടെ എത്തിയത്. ഇത് കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ വേറിട്ട അനുഭവമായി മാറി. ഭക്ഷണമാണല്ലേ, മറ്റൊരാൾ കഴിക്കേണ്ട ഭക്ഷണമല്ലേ, അതിൽ വിഷം ചേർത്ത് കൊടുക്കാമോ? അത് ഏറ്റവും നന്നായിട്ട് വേണ്ടേ കൊടുക്കാൻ? നമ്മൾ കഴിക്കും പോലെ തന്നെയല്ലേ മറ്റൊരാളും കഴിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എരിവുള്ള പച്ചമുളക്, ഗ്രീൻ കളർ അല്ല, ഈ കളറാ, ഈ കളർ ചെറുതാണ്. അത് അതിന് അരിമുളക് എന്ന് പറയും, ചീനി മുളക്. ഇന്ന് വന്നിട്ടുള്ള കുഞ്ഞു മക്കൾക്ക് ഞങ്ങളുടെ നാട്ടു നന്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇന്നലെ എന്താ സാധനം മനസ്സിലായോ? കറിവേപ്പില അല്ലേ? എത്ര പച്ചക്കറി നിങ്ങൾ കണ്ടു എന്നൊന്ന് എണ്ണി വയ്ക്കോ? ഇവിടെ എത്ര കണ്ടു? ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കുറേ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവരാൻ പൈസ വേണ്ടേ? അതും കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലാഭം ഉണ്ടാവണം. അപ്പോൾ അത്രയധികം സാധനം നമുക്ക് ഉണ്ടാക്കണം അല്ലേ? ഇവിടെ നമുക്ക് എന്താണ്, തൈകളൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കും. വേണ്ട തൈകളൊക്കെ നമുക്ക് ഇവിടുന്ന് കൃഷി ചെയ്യാൻ വേണ്ട തൈകളൊക്കെ കൊടുക്കും. നാട്ടുനന്മയിലേക്ക് സ്വാഗതം. ഈ സ്കൂളിൽ നടക്കുന്ന ഈ ചന്തയുടെ പേരാണ് നാട്ടുനന്മ. എന്താണ്? അപ്പൊ നാട്ടുനന്മയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ പച്ചക്കാണോ പച്ചക്കറി തിന്നണേ? ഉപ്പിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടേക്ക് തിന്നണേ അല്ലേ? ഇതിപ്പോ പച്ചക്കെടുത്ത് തിന്നാലും നമുക്കൊന്നും പറ്റൂല. കാരണം എന്താ? ഒരു മരുന്നും ഉപയോഗിക്കാതെ നല്ല വൃത്തിക്ക്. അപ്പൊ അങ്ങനെ വേണം കൃഷി ചെയ്യാൻ. കാരണം എന്താ? ഇത് ഭക്ഷണമാണല്ലേ, മറ്റൊരാൾ കഴിക്കേണ്ട ഭക്ഷണമല്ലേ, അതിൽ വിഷം ചേർത്ത് കൊടുക്കാമോ? അത് ഏറ്റവും നന്നായിട്ട് വേണ്ടേ കൊടുക്കാൻ? നമ്മൾ കഴിക്കും പോലെ തന്നെയല്ലേ മറ്റൊരാളും കഴിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു തരത്തിലുള്ള വിഷവും ചേർക്കാത്ത പച്ചക്കറികളാണ് വരുന്നത്. ഈ പഴമൊക്കെ നമ്മൾ കഴിച്ചില്ലേ, ശുദ്ധമായ പഴമാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട് അല്ലെ? ചിലപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ വരും, ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോവും, അല്ലെങ്കിൽ അങ്ങനെ. അതിന് പക്ഷെ നമുക്ക് ജൈവമായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വളങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു തരും. എന്നാൽ പോലും ഞാൻ മൊത്തത്തിലൊന്ന് പറയുകയാണ്, നമ്മൾ ഒരു തരത്തിലും കള്ളത്തരം ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അല്ലേ? ഇച്ചിരി നഷ്ടം വന്നാൽ പോലും എന്താണ്, നന്മ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ അല്ലേ? അതിന്റെ വലിയ ഉദാഹരണമാണ് 10 വർഷത്തിന് മുകളിലേ അല്ലേ? 10 വർഷത്തോളമായി ഈ ചന്ത ഇവിടെ നടക്കുന്നു. ഒരുപാട് വലിയ ആളുകൾ വരുന്നുണ്ട്. ഹൈക്കോടതിയിലെ ജഡ്ജിമാര്, സിനിമാ ഫീൽഡിലുള്ളവര്, വലിയ വലിയ ഉദ്യോഗസ്ഥര്, കളക്ടർ ഒക്കെ പച്ചക്കറി വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. കാരണം എന്താ? അത്രയ്ക്ക് വിശ്വാസമാണ്. നമ്മളും ഇങ്ങനെ കൃഷി ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി വിൽക്കാൻ, ഹരിച്ചേട്ടൻ പറഞ്ഞ പോലെ വിൽക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കുള്ളതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് എന്തായി, രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളവിടെ ചെയ്യുന്ന കൃഷി നിങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ അതെല്ലാം നമുക്ക് ഇവിടെ ഇതേപോലുള്ള സ്ഥലത്ത് നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ വന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ എറണാകുളം വന്നില്ലേ, കൊച്ചി ഇന്നലെ വന്ന് നിങ്ങൾ എസ്കലേറ്റർ കയറിയില്ലേ? ഇന്നലെ എസ്കലേറ്ററിൽ എല്ലാവരും കയറിയോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നോ? ഇന്ന് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചേ? ഇഷ്ടമായോ? ഓക്കെ. അപ്പോൾ നമുക്കിനി ഇവിടെ എന്തിനാ വന്നറിയോ? നിങ്ങൾക്ക് അവിടെ കുറേ പച്ചക്കറി, ഇവിടെ കുറേ പച്ചക്കറി കണ്ടില്ലേ? ഇതുപോലെ കുറേ പച്ചക്കറികൾ നിങ്ങളുടെ അവിടെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, അതും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാധനം അവിടെ ചെയ്താൽ എന്താ ചെയ്യുക? കുറച്ച് വിലയ്ക്ക് അവിടെ വിൽക്കും അല്ലേ? അതിന് പകരം നിങ്ങൾ കുറേ ചെയ്തിട്ട് നമുക്കിവിടെ എറണാകുളത്തൊക്കെ കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെ അറിയോ? ഇവരൊക്കെ കർഷകരെ. ഈ മുത്തശ്ശനെ കണ്ടോ? ഈ മുത്തശ്ശൻ ഇവിടുത്തെ കൃഷി ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട്, ഇതിൽ കുറേ ചേച്ചിമാരുണ്ട്, കുറേ ഏട്ടന്മാരുണ്ട്, ഉണ്ട്. ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ കൃഷി ചെയ്യുന്നതിനൊപ്പം തന്നെ വേറെ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കട ഉണ്ട്. ഈ മുത്തശ്ശനിൽ
കൃഷി ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ വേറെ കട നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ ജോലി ചെയ്യാം. എല്ലാവരും പറയും ഞാൻ ഫുൾ ടൈം കൃഷിയാണ് ചെയ്യണേ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ കൃഷിയോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം, ജോലിയോടൊപ്പം കൃഷി ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തേൻ പറഞ്ഞില്ലേ, തേനൊക്കെ അവിടെ ഇഷ്ടംപോലെ കിട്ടില്ലേ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ എറണാകുളത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ എറണാകുളത്ത് കൊണ്ടുവന്നാൽ അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയും കുറേ ആൾക്കാരെ കളക്ട് ചെയ്തിട്ട് എറണാകുളത്തൊക്കെ എത്തിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, കൂടുതൽ പൈസ ഉണ്ടാക്കാം. നിങ്ങൾ കൂടുതൽ കൃഷിയിലേക്ക് ഫോക്കസ് ചെയ്യുക അല്ലേ, കൃഷി നിങ്ങൾക്ക് നടത്താൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന മണ്ണുണ്ട്. ആ മണ്ണിൽ നിങ്ങൾക്ക് ചെറിയ എഫേർട്ട് ഇട്ടാൽ മതി, കുറച്ച് നേരം അധ്വാനിച്ചാൽ മതി. നിങ്ങൾ കുറച്ച് നേരം അധ്വാനിച്ചാൽ നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അവിടെ ചെയ്താലും നിങ്ങൾക്ക് ഇതേപോലുള്ള സ്ഥലത്ത് വിൽക്കാൻ പറ്റണം. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഇത് വിൽക്കാൻ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചന്തയിൽ ഇത്. ഈ ജോബി ചേട്ടൻ, നിങ്ങളുടെ ജോബി മാഷില്ലേ, ജോബി മാഷ് ഇവിടെ പണ്ട് തൊട്ടേ വരും. അത് നമ്മുടെ എറണാകുളത്തുള്ളപ്പോൾ തന്നെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കും. പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അവിടെ വീട്ടിലിറച്ചിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വിൽക്കും, ഇവിടെ വന്ന് വിൽക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം നിങ്ങളുടെ അവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇവിടെ വിൽക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞുതരാനാണ് ഇവിടെ കൊണ്ടുവന്നത്. തേനൊക്കെ കുപ്പിയിലാക്കി ആളുകൾക്ക് ആവശ്യമുള്ളവർ അപ്പോൾ ഇതുപോലെ വന്ന് വാങ്ങിക്കും. നമ്മൾ 40 കർഷകരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. ഈ 40 പേരും ശരിക്കും ഈ പറഞ്ഞ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് എനിക്ക് ഇന്ന സാധനത്തിന് ഇത്ര രൂപ ചിലവുണ്ട്, എനിക്ക് അതിന് ഇത്ര കിട്ടിയാലേ ലാഭമുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളിൽ ബാക്കി കൂടുതലായിട്ട് കിട്ടുന്ന സാധനം. ഇപ്പം എനിക്ക് 1 കിലോ വെണ്ടയ്ക്ക മതിയെങ്കിൽ സ്വിച്ചിട്ട് 1 കിലോ വെണ്ടയ്ക്ക കിട്ടൂലല്ലോ, നമുക്ക് ചിലപ്പോൾ 10 കിലോ വെണ്ടയ്ക്ക കിട്ടും. അതാണ് അവർക്ക് ഫെമിലിയറുള്ള സാധനം അവർ കണ്ടു പറഞ്ഞതുകൊണ്ടാണ് അത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1 കിലോ 400 രൂപയ്ക്കാണ് തേൻ വിൽക്കുന്നത്. ഇത് പെട്ടിത്തേനാണ്, നമ്മൾ ഫാം ചെയ്യുന്ന ചെറുതേനല്ല വൻതേനാണ്. നമ്മൾ പെട്ടി വെച്ച് തേനീച്ച വളർത്തിയെടുക്കുന്നതാണ്. നിങ്ങളുടെ നാടിന് ഉള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടിയൊന്നും വെക്കാതെ തന്നെ ഇഷ്ടംപോലെ തേൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതെ, ഇത് കണ്ടുപിടിച്ച് എടുക്കുന്ന ആ ഒരു എഫർട്ടാണ് കുട്ടികൾക്ക്. അപ്പോൾ അത് കുറച്ചുകൂടി പ്രകൃതിയോട് ചേർന്ന് പോകാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും. നോക്കും, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് അല്ലേ, നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ്. പക്ഷെ എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര റെയറാണ്, എല്ലാവർക്കും ആവശ്യമുള്ള എന്നാൽ കിട്ടാനില്ലാത്ത സാധനമായി മാറുന്നു. അപ്പം നമ്മളിത് ശേഖരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചാലോ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ ഒന്നിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു കുപ്പി കിട്ടാൻ നമുക്കൊരു പ്രയാസമില്ല അല്ലേ. അതിവിടെ കൊടുത്താലോ എത്ര രൂപ കിട്ടും? ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു ജീവിതമാർഗം കണ്ടെത്താം. നമ്മുടെ ചേട്ടന്മാർക്ക്, അനിയന്മാർക്ക്, നമ്മുടെ കൂടെ ഉള്ളവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലവാക്കാം. അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് ചിലവാക്കാൻ പറ്റും. മക്കളൊക്കെ പഠിച്ചു വലുതായി എറണാകുളത്തേക്കൊക്കെ വരിക. അപ്പോൾ ഇവിടെ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഈ പ്രകൃതി തരുന്ന വിഭവങ്ങൾ ഇവിടെ ഉള്ള ആളുകളെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് പൈസ കിട്ടും, ജീവിക്കാനും. അതാണ് അപ്പൊ ഒരു കർഷകനാട്ടോ. അപ്പൊ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? പിന്നെ കരിങ്കോഴിയുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, മീനുണ്ട്. മീൻ, താറാവ്, കോഴി, ചെടികൾ, പശു, അങ്ങനത്തെ പപ്പായ, വാഴ, മുളക്, തക്കാളി. നല്ല വിളവ് കിട്ടാറുണ്ടോ? പൈസ കിട്ടാറുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെക്കാനിക്സ് ആണോ? റോബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈക്കോലില്ലേ, വൈക്കോല് നമ്മൾ പശുവിനെ കൊടുക്കുന്ന വൈക്കോല് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ആവിയിൽ പുഴുങ്ങും. ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം അത് തണുപ്പിച്ചിട്ട് അതിനകത്ത് വിത്തിട്ടിട്ട് മുളപ്പിക്കുകയാണ്. 28 ദിവസം കഴിയുമ്പോൾ മഷ്റൂം നമുക്ക് ഉണ്ടായി വരും. സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഇവിടെ. നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇല്ലേ ഇവിടെ അല്ലേ, അഡ്മിനിസ്ട്രേഷൻ ടീച്ചറില്ലേ? അതുപോലെ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഇദ്ദേഹം, നവാസ് സാറ്. ഓക്കെ, നവാസ് സാർ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഓണാഘോഷിക്കാറില്ലേ? ഓണാഘോഷിക്കാറുണ്ടല്ലോ. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇന്നിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ ഒരുപാട് നാഗരികതയുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. മഹാബലിയുടെ കൊട്ടാരം എവിടെയാണെന്ന് അറിയാമോ? മഹാബലി, അതോടൊപ്പം തന്നെ കേരളത്തിലാകെയുള്ള ഒരു അമ്പലം, പിന്നെ വാമന പ്രതിഷ്ഠ ഒരു അമ്പലമൊക്കെ തൃക്കാക്കരയിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പം വിശദീകരിക്കുന്നില്ല. തൃക്കാക്കരയെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കണം കേട്ടോ.
എല്ലാവരുടെയും ശ്രദ്ധ കേക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ കിട്ടുന്ന എല്ലാവർക്കും സന്ദർശിക്കാൻ കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം എല്ലാവരെയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു.